ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോൾഡൻ റൂൾസിലെ നാലാമത്തെ റൂളിലേക്കാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഓഫ് നോട്ട്സ്. നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കുറേ കുട്ടികൾക്ക് ഉണ്ടാവും. ചില കുട്ടികൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടും ഇപ്പോൾ ബയോളജി തലയിൽ നിൽക്കുന്നില്ല എന്ന് കൺഫ്യൂഷൻ പറയുന്ന അല്ലെങ്കിൽ പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ടാവും. ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഫോർമുലാസ് മറന്നു പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, കൺസെപ്റ്റ്സ് ഓർത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ പകുതി എത്തുമ്പോൾ സ്റ്റക്കായി പോകുന്നു, ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ടാവും. ഇനി കെമിസ്ട്രിയിലാണെങ്കിൽ സില്ലി മിസ്റ്റേക്സ് വരുത്തും. അവർ ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബോണ്ടിന്റെ എണ്ണം നോക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ അവർ കൺഫ്യൂഷൻസും തെറ്റുകളും വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൽ പ്രിപ്പയറിംഗ് നോട്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ സബ്ജക്ട്സിലും ഓരോ രീതിയിലാണ് നിങ്ങൾ എന്താ പറയുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫിസിക്സിൽ സാധാരണഗതിയിൽ എന്താ പറയുക, നമ്മൾ കൂടുതലും റിലേ ചെയ്യുന്നത് ക്ലാസ്സിലിരിക്കുമ്പോൾ സാറ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നോട്ട് ചെയ്ത് വയ്ക്കാറ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒന്നുകൂടെ പഠിക്കുമ്പോൾ യു ഹാവ് ടു മേക്ക് യുവർ ഓൺ കളർഫുൾ നോട്ട്സ്. നിങ്ങൾ കളർഫുൾ ആയിട്ട് ചില ഇക്വേഷൻസും ചില കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ബോക്സിലൊക്കെ വരച്ച് നിങ്ങൾ നല്ലൊരു നോട്ട്, ഒരു ചെറിയ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദാറ്റ് ഷുഡ് ബി ഹാൻഡി. എപ്പോഴും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ നോട്ട് ഉണ്ടാവേണ്ടത്. കാരണം നിങ്ങൾ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തോ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റണം, മറിച്ച് നോക്കാൻ പറ്റണം. അങ്ങനത്തെ രീതിയിൽ ഒരു ചെറിയ പുസ്തകത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളർഫുൾ ആക്കി മൾട്ടിപ്പിൾ കളർ പെൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഫോർമുലാസ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏത്, ഫിസിക്സിന്റെ കാര്യത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഓഫ് കോഴ്സ് എന്താണ്, ക്ലാസ്സിലെ നോട്ട്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലാസ്സിലെ നോട്ട്സിൽ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ എല്ലാം കൂടെ ക്ലബ് ചെയ്തായിരിക്കും കിടക്കുക. അപ്പൊ നമുക്ക് അതൊരു ക്രൗഡഡ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സെപ്പറേറ്റ്ലി ഒരു ഫോർമുല ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബുക്ക് പോലെയോ ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഫിസിക്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ, കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിം റിയാക്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അത് അവിടെ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന റിയേജന്റിന്റെ പേര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സിമ്പിൾ നോട്ട്സ് ആക്കി എപ്പോഴും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് എന്താ പറയാ, ഇപ്പൊ പീരിയോഡിക് ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രിയിൽ നോട്ട് ചെയ്ത് വെക്കുക. കെമിസ്ട്രിയിൽ വീണ്ടും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കീ പോയിന്റ്സ് നോക്കി വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുള്ളത്. ഇനി നിങ്ങൾ ബയോളജിയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബയോളജിയിലേക്ക് വരുമ്പോൾ ബയോളജിയിൽ ആക്ച്വലി ഈ പറയുന്ന നോട്ട്സിന് പ്രസക്തി ഇല്ല. നോട്ട്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്കിനാണ്, NCERT ടെക്സ്റ്റ് ബുക്കിന് തന്നെയാണ്. ഇപ്പം നിങ്ങൾ എത്ര തന്നെ ക്ലാസ്സിൽ നോട്ട്സ് എഴുതി കഴിഞ്ഞാലും ആ നോട്ട്സ് ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർ നോട്ട്സ് കൊടുത്തിട്ട് അത് മാത്രം പഠിക്കാൻ പറയും. അങ്ങനത്തെ കാര്യം നിങ്ങൾ ചെയ്യരുത്. NCERT ബുക്ക് മാത്രം വായിക്കാം. ഇനി എന്താണ് ഈ പറയുന്ന നോട്ട്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സയന്റിസ്റ്റുകളുടെ പേര് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾക്ക് കിട്ടിയിരുന്ന പ്രൈസിന്റെ ഇയർ, പ്രൈസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, ചില എന്താ പറയുക, ഇപ്പോൾ പോപ്പുലേഷന്റെ ഏരിയയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്ക് എന്താ പറയാ, നമുക്ക് പോപ്പുലേഷൻ കർവിന്റെ ഒക്കെ എന്താ പറയാ ഫോർമുലാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്, നിങ്ങൾക്ക് വീണ്ടും എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എന്താ പറയാ, ഈ അനിമൽ കിങ്ഡം ചാപ്റ്ററിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾസിന്റെ ഒരു കൂട്ടം തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി എഴുതി വെച്ചാൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പം സൈസ് ഓഫ് ആൻ ഓർഗൻ,
അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ സൈസ് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട്, സ്ട്രോക്ക് വോളിയം, ഇങ്ങനത്തെ കുറേ ടേംസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ജനറൽ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയണം, ആ വാല്യൂസ് നിങ്ങൾ അറിയണം. വാല്യൂസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് വരണതെന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നെവർ എവർ റിലേ ഓൺ നോട്ട്സ് ഓൺലി ഇൻ കേസ് ഓഫ് ബയോളജി. ബാക്കി രണ്ടിലും നിങ്ങൾക്ക് കുറെ കൂടെ എന്താ പറയുക നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ അത് പറ്റില്ല. ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. എന്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ ഫ്രീ എന്താണ് സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. അത് പിന്നെയും റിവൈസ് ചെയ്യുക, NCERT ബുക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും നോട്ട് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റും. സോ ഇതാണ് എനിക്ക് ഈ പറയുന്ന പ്രിപ്പയറിംഗ് ഓഫ് നോട്ട്സിൽ പറയാനുള്ളത്. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്ത പോയിന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.